പ്രിൻസിപ്പളുടെ അടുത്ത് കുട്ടി പറയാം, നീ പുറത്ത് വാ, ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോ പോപ്പുലറായി. ആ വീഡിയോ പോപ്പുലറൈസ് ചെയ്യുന്ന ആൾക്കാർ ഓർക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാത്തൊരു കുട്ടീനെ പോലും അത് ചിന്തിപ്പിക്കുകയാണ്. ഇനി അങ്ങനെ ആവാം എന്ന് അതെ, പറഞ്ഞിട്ട്. ഒരു കുട്ടിയുടെ അടുത്ത് ഹെയർ കട്ട് ചെയ്യാനായിട്ട് പ്രിൻസിപ്പൽ പറഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോഴത്തേക്ക് നേരെ പുറത്ത് വന്നിട്ട് ആ കുട്ടി നേരെ പോയിട്ട് സാറിന്റെ അഗേൻസ്റ്റ് കേസ് കൊടുത്തു. അതാണ് മുടി വെട്ടാൻ പറഞ്ഞ സാറിന്റെ അടുത്ത് വരെ കേസ് കൊടുക്കലാണ്. ഞാൻ പഠിക്കുമ്പോഴേ ഇപ്പൊ നമ്മളൊരു ഇപ്പം എന്റെ കൂടെ പഠിച്ചൊരു പയ്യൻ ഞങ്ങളെ ബോട്ടന് പഠിപ്പിച്ച ഒരു മാമിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കര ഇതായി. അപ്പൊ ഇതായപ്പോ അവൻ ആ മാമിനോട് പറഞ്ഞു, വിവരമുള്ള ആരെങ്കിലും ബോട്ടണിൽ പോയി ഈ ഡിഗ്രി ഒക്കെ പഠിക്കുവോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഇവൻ തിരിച്ചു വന്ന മാം പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവനോട് ഒരു മാം അല്ലേ, അങ്ങനെ പറയാൻ പാടുണ്ടോ, നീ അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല എന്ന് പറഞ്ഞ് ഇവൻ മാമിനോട് ഇന്റർവെല്ലിൽ പോയി മാം അതങ്ങനെ പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞു സോറിയൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ പഠിച്ച പയ്യനാ. ഇപ്പൊ അവൻ BSc MSc ബോട്ടണി പഠിച്ച് കഴിഞ്ഞ് ജോലി ചെയ്യാം. ഞാൻ പറഞ്ഞത് ആ സമയത്ത് മാമിനോട് കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ എതിർത്ത് പറഞ്ഞാൽ നമ്മളുടെ ഉത്തരവാദിത്വം മാമിനോട് അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറയുന്നതാണ്. പക്ഷെ ഇപ്പൊ ഒരാൾ എതിർത്ത് പറഞ്ഞാൽ മാസായല്ലോ, നീ നല്ല ഡയലോഗ് കൊടുത്തല്ലോ ടീച്ചർക്ക് എന്ന് പറഞ്ഞ് സൂപ്പർ ഹീറോ അവനെ ഹീറോവൽക്കരിക്കുന്ന വലിയൊരു ചേഞ്ച് ഉണ്ട്. അതൊരു വലിയ പ്രശ്നമാണല്ലോ. കാരണം നീ ചെയ്തത് തെറ്റായി പോയെന്ന് കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, നീ ചെയ്ത് വളരെ നല്ല കാര്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ജനറേഷന്റെ ഒരു പ്രശ്നമുണ്ട്.